നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ഈ വീഡിയോ വൈകിയതിൽ ക്ഷമിക്കണം. 2-3 ദിവസമായി ശബ്ദം ഇല്ലാത്തതിനാൽ റെക്കോർഡ് ചെയ്യുവാൻ സാധിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല. ചില ദിവസങ്ങൾ അനുകൂലവും, ചില ദിവസങ്ങൾ പ്രതികൂലവും, ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും. അതായത് ചില ദിവസങ്ങൾ നമ്മൾ തൊടുന്നതെല്ലാം പ്രശ്നങ്ങളായും, ചില ദിവസങ്ങൾ തൊടുന്നതെല്ലാം ശരിയാവുകയും, ചില ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യാറുണ്ട്. ഇത് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ്രൻ 2.25 ദിവസമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:33 വരെ അനുകൂലമാകുന്നു. അതായത് 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 21-ാം തീയതി ബുധനാഴ്ച വരെ ഉള്ള ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യവിജയം, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 11-ാമിടത്ത് കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. അതിനാൽ തീർച്ചയായും വളരെ അനുകൂലമാകുന്നു. കാരണം ലാഭസ്ഥാനത്താണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. അതായത് പല വഴികളിലൂടെയുള്ള നേട്ടങ്ങൾ, ധനനേട്ടങ്ങൾ, അതുപോലെ തന്നെ ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്ത് സംഗമം എന്നിവയെല്ലാം ഫലങ്ങളാകുന്നു. ആയതിനാൽ പരമാവധി ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:33 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. എന്തു കർമ്മം ചെയ്യുകയാണെങ്കിലും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ആ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക 1/4 ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. പ്രത്യേകിച്ച് 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ കാര്യവിജയത്തോടൊപ്പം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയവും ധനനേട്ടവും ഫലങ്ങളാകുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ ഞായറാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ധനനേട്ടം, പല വഴികളിലൂടെയുള്ള ധനനേട്ടം, സുഹൃത്ത് സംഗമം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാധ്യത, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർതം 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക, അപകട സാധ്യത കാണുന്നു. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കുക. തീർച്ചയായും ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇതിനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി
വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് പുണർതം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനനേട്ടം, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. തീർച്ചയായും തടസ്സങ്ങൾ അതിജീവിക്കാനായി ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ ഞായറാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. ചന്ദ്രൻ അഷ്ടമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. കാര്യതടസ്സങ്ങളും കാണുന്നു. ആയതിനാൽ ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരവചനം കൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, സുഖശയനം, രോഗശമനം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു.
തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനാമം ജപിച്ച് പ്രവൃത്തികൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 23-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 1:35 മുതൽ അനുകൂലമാകുന്നു. ഞായറാഴ്ച വരെ കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനനേട്ടം, രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, സുഖശയനം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു. ഈശ്വരനാമം ജപിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. കാര്യതടസ്സം ഉള്ളതിനാൽ ഈശ്വരനോട് ഭജിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ ഞായറാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അടുത്തത് ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, ശയനസൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് അവിട്ടം 2-ാം പകുതി, ചതയം, പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും അതുപോലെ ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു.
23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് പുരുരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, സുഹൃത്സംഗമം, ബന്ധുസമാഗമം, ധനാഭിവൃദ്ധി, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:35 മുതൽ 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാലും ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:35 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.